നമസ്കാരം. മലയാളം വാർത്താ ചാനൽ ലോകത്ത് വരാൻ പോകുന്ന ബിഗ് ടി വി ചാനൽ ഉണ്ടാക്കുന്ന അലയൊലികളാണ് ഏതാനും ദിവസങ്ങളായി ചർച്ചയാകുന്നത്. ചാനൽ അടുത്ത മാസമാണ് സംപ്രേഷണത്തിന് ഒരുങ്ങുന്നതെങ്കിലും മറ്റ് ചാനലുകളിൽ നിന്നും കൊഴിഞ്ഞ് പുതിയ ചാനലിലേക്ക് ചേക്കേറിയവരുടെ പേരുകളാണ് ആ ചാനലിനെ ഇതിനോടകം തന്നെ ഹിറ്റാക്കുന്നത്. റിപ്പോർട്ടർ ടി വിയിലെ മുൻനിര മാധ്യമപ്രവർത്തകയായ സുജയ പാർവതിയെ ഒപ്പം നിർത്തിയാണ് അനിൽ അയിരൂർ നയിക്കുന്ന ബിഗ് ടി വിയുടെ കടന്നുവരവ്. ഇപ്പോഴത്തെ സുജയ പാർവതിയുടെ കൂടുമാറ്റത്തിന് പിന്നാലെ റിപ്പോർട്ടർ ടി വിയിൽ നിന്ന് മറ്റൊരു കൊഴിഞ്ഞുപോക്കിനെക്കുറിച്ചുള്ള വാർത്തയാണ് പുറത്തു വരുന്നത്. ചാനലിലെ ഡിജിറ്റൽ ഹെഡ് ജിമ്മി ജെയിംസ് രാജിവെച്ചിരിക്കുകയാണ്. മീഡിയ വൺ ചാനലിലേക്ക് ചേക്കേറാനാണ് ജിമ്മി റിപ്പോർട്ടർ വിടുന്നതെന്നാണ് വിവരം. മീഡിയ വൺ എക്സിക്യൂട്ടീവ് എഡിറ്ററായിട്ടാണ് ജിമ്മി ജെയിംസിന്റെ മാറ്റമെന്നാണ് സൂചന. ജിമ്മി ജെയിംസ് പോകുന്നതോടെ പുതിയ ആളെ തേടേണ്ടുന്ന അവസ്ഥയിലാണ് റിപ്പോർട്ടർ മാനേജ്മെന്റ്. സുജയ പാർവതിയുടെ പടിയിറക്കം റിപ്പോർട്ടർ ടി വിക്ക് വലിയ തിരിച്ചടിയായിരുന്നു. ഇതിന് പകരമായി മാതൃഭൂമി ന്യൂസ് ചാനലിൽ നിന്ന് മാധുവിനെ എത്തിക്കാനാണ് ശ്രമം നടക്കുന്നത്. റിപ്പോർട്ടറിലേക്ക് പോകാൻ മാധു സമ്മതം അറിയിച്ചതായിട്ടാണ് സൂചന. നേരത്തെ ഉണ്ണി ബാലകൃഷ്ണൻ ഏഷ്യാനെറ്റ് ന്യൂസിലേക്ക് തിരികെ പോയപ്പോഴാണ് ജിമ്മി ജെയിംസിനെ റിപ്പോർട്ടർ പകരക്കാരനായി കൊണ്ടുവന്നത്. ചാനലിലെ മീറ്റ് ദ എഡിറ്റേഴ്സിലെ പ്രധാനിയായി ജിമ്മി ചുരുങ്ങിയ കാലം കൊണ്ട് മാറുകയും ചെയ്തു. 2.5 പതിറ്റാണ്ടിലേറെയായി മലയാള മാധ്യമ രംഗത്തെ നിറസാന്നിധ്യമാണ് ജിമ്മി ജെയിംസ്. TVI, NTV എന്നിവിടങ്ങളിൽ നിന്നാണ് മാധ്യമപ്രവർത്തനത്തിന്റെ തുടക്കം. ശേഷം 2001 ഏഷ്യാനെറ്റ് ന്യൂസിന്റെ ഭാഗമായി 2 പതിറ്റാണ്ടോളം ഏഷ്യാനെറ്റ് ന്യൂസിൽ പ്രവർത്തിച്ച ജിമ്മി ജെയിംസ് കോർഡിനേറ്റിംഗ് എഡിറ്ററായിരിക്കെയാണ് 2021 ഏഷ്യാനെറ്റിൽ നിന്ന് രാജിവെച്ചത്. ശേഷം സെന്റർ ഫോർ ഫിനാൻഷ്യൽ അക്കൗണ്ടബിലിറ്റിയുടെ കമ്മ്യൂണിക്കേഷൻ ഹെഡായി പ്രവർത്തിച്ചു. രാജ്യത്ത് സാമ്പത്തിക സുസ്ഥിരതയും സുതാര്യതയും ഉറപ്പുവരുത്തുന്നതിനായി പ്രവർത്തിക്കുന്ന സ്വതന്ത്ര സംവിധാനമാണ് സെന്റർ ഫോർ ഫിനാൻഷ്യൽ അക്കൗണ്ടബിലിറ്റി. പിന്നീട് ഇത് ഫോർത്തിൽ എക്സിക്യൂട്ടീവ് എഡിറ്ററായും ന്യൂസ് 18 സീനിയർ അസോസിയേറ്റ് എഡിറ്ററായും പ്രവർത്തിച്ചു. പോയിന്റ് ബ്ലാങ്ക് എന്ന അഭിമുഖ പരിപാടിയിലൂടെ കേരളത്തിന്റെ സാമൂഹ്യ രാഷ്ട്രീയ കലാരംഗങ്ങളിലേറെ ശ്രദ്ധേയമായ ചർച്ചകൾ ഉയർത്തിക്കൊണ്ടുവന്ന മാധ്യമപ്രവർത്തകൻ കൂടിയാണ് ജിമ്മി ജെയിംസ്. ഇൻവെസ്റ്റിഗേറ്റീവ് ജേർണലിസ്റ്റ് എന്ന നിലയിലും ജിമ്മി ജെയിംസ് വ്യക്തിമുദ്ര പതിപ്പിച്ചിട്ടുണ്ട്. മികച്ച അഭിമുഖകർത്താവ്, മികച്ച ഇൻവെസ്റ്റിഗേറ്റീവ് ജേർണലിസ്റ്റ്, മികച്ച റിപ്പോർട്ടർ എന്നീ വ്യത്യസ്ത വിഭാഗങ്ങളിൽ സംസ്ഥാന ടെലിവിഷൻ അവാർഡിനും ജിമ്മി ജെയിംസ് അർഹനായിട്ടുണ്ട്. ജിമ്മിയുടെ പടിയിറക്കം റിപ്പോർട്ടർ ടി വിക്ക് വലിയ തിരിച്ചടിയാണ്. അതേസമയം വരാനിരിക്കുന്ന ബിഗ് ടി വി അടുത്ത മാസമാണ് ലോഞ്ചിങ്ങിന് ഒരുങ്ങുന്നത്. ചാനലിന്റെ ചീഫ് എഡിറ്ററായി സുജയ പാർവതി ചുമതല ഏറ്റുകഴിഞ്ഞു. മലയാളത്തിലെ 2ാമത്തെ വനിതാ ചീഫ് എഡിറ്ററായി ടി വിയിലെത്തിയ സുജയ പാർവതി വമ്പൻ ശമ്പളത്തോടെയാണ് ബിഗ് ടി വിയിലെത്തിയിട്ടുള്ളത്. അതേസമയം മറ്റ് ചാനലുകളിലും മാറ്റങ്ങൾ ഉണ്ടാകുന്നുണ്ട്. മാതൃഭൂമിയിൽ നിന്ന് മാധു റിപ്പോർട്ടർ ടി വിയിലേക്ക് ചുവടുമാറുന്നുവെന്നാണ് പുറത്തുവരുന്ന വിവരം. അനിൽ അയിരൂരിന്റെ നേതൃത്വത്തിലെത്തുന്ന ബിഗ് ടി വി ഇതിനോടകം തന്നെ 80ലധികം മാധ്യമപ്രവർത്തകരെ വിവിധ ചാനലുകളിൽ നിന്നായി റിക്രൂട്ട് ചെയ്ത് കഴിഞ്ഞു. വേണു ബാലകൃഷ്ണൻ, ലക്ഷ്മി പത്മ, അപർണ കുറുപ്പ് തുടങ്ങിയ പ്രമുഖരടങ്ങുന്ന വൻ നിരയാണ് പുതിയ ചാനലിനായി അണിനിരക്കുന്നത്. റിപ്പോർട്ടർ ടി വി വിപണിയിലേക്ക് എത്തിയതോടെയാണ് ചാനൽ രംഗത്ത് വലിയ ശമ്പളം നൽകി ആളെ പിടിക്കുന്ന രീതി ആരംഭിച്ചത്. ഇത് മറ്റ് ചാനലുകളിലും ശമ്പള വർധനവിന് കാരണമായി. അനിൽ അയിരൂരിന്റെ നേതൃത്വത്തിൽ ആരംഭിക്കുന്ന ബിഗ് ടി വി എന്ന പുതിയ ചാനൽ പ്രമുഖരായ മാധ്യമപ്രവർത്തകരെ വലിയ ശമ്പളം വാഗ്ദാനം ചെയ്ത് റിക്രൂട്ട് ചെയ്യുകയാണ്. രാജ്യത്തെ പ്രമുഖ മീഡിയ ശൃംഖലകളിലൊന്നായ ബിഗ് ടെലിവിഷൻ നെറ്റ്വർക്കിന്റെ ഭാഗമാണ് ബിഗ് ടി വി. നിലവിൽ തെലങ്കാനയിലും ആന്ധ്രാപ്രദേശിലുമായി തെലുങ്കിലാണ് ബിഗ് ടി വി സജീവമായിട്ടുള്ളത്. തമിഴിലും ബിഗ് ടി വി പ്രവർത്തനം വ്യാപിപ്പിക്കാൻ ഒരുങ്ങുകയാണ്. വാർത്താ ചാനലുകളിൽ തിളങ്ങി നിൽക്കുന്ന നിരവധി പ്രമുഖ മാധ്യമപ്രവർത്തകരെ തങ്ങൾക്കൊപ്പം ചേർക്കുകയാണ് ബിഗ് ടി വി. അക്കൂട്ടത്തിൽ സെലിബ്രിറ്റി സ്റ്റാറ്റസ് അവതാരകരും റിപ്പോർട്ടർമാരുമുണ്ട്. വൻ പാക്കേജിലാണ് പ്രമുഖ ചാനലുകൾ വിട്ട് സ്റ്റാർ അവതാരകർ ബിഗ് ടി വിയിലേക്ക് എത്തുന്നതെന്നാണ് റിപ്പോർട്ടുകൾ.